ഈ സണ്ണി ജോസഫ് KPCC അധ്യക്ഷനായത് എങ്ങനെയാണ് കോൺഗ്രസിനെ മുന്നോട്ട് കൊണ്ടുപോവുക എന്നതാണ് ഇതിൽ ഏറ്റവും കൗതുകകരമായിട്ടുള്ള കാര്യമായിട്ട് ഞാൻ വിചാരിക്കുന്നത്. കാരണം സണ്ണി ജോസഫ് സ്വന്തം നിലക്ക് KPCC അധ്യക്ഷനാകുമെന്ന് സമീപകാലം വരെ ആരെങ്കിലും പ്രതീക്ഷിച്ചിരുന്ന ഒരാളല്ല എന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. നേരത്തെ ഈ പോസ്റ്ററിൽ പടം കണ്ടാൽ തിരിച്ചറിയുമോ എന്ന് ചോദിച്ചാൽ പോസ്റ്ററിൽ പടം കണ്ടാലൊക്കെ തിരിച്ചറിയും. കാരണം അദ്ദേഹം ദീർഘകാലം MLA ആയിട്ട് നിന്നയാളാണ്, സഭയിലൊക്കെ നന്നായിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്ത ആളാണ്. അതുകൊണ്ട് ആളുകൾക്കൊക്കെ അറിയാം. പക്ഷേ KPCC അധ്യക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ചിത്രങ്ങളിലൊന്ന് നിശ്ചയമായിട്ടും അദ്ദേഹത്തിൻ്റെതായിരുന്നില്ല. പക്ഷേ എനിക്ക് സണ്ണി ജോസഫിനെ കണ്ണൂരുകാരനായതുകൊണ്ട് അവിടുത്തെ രാഷ്ട്രീയം കുറേ കൂടെയൊക്കെ നോക്കിയതുകൊണ്ട് എനിക്ക് നന്നായിട്ട് അറിയാം. സണ്ണി ജോസഫ് ചില്ലറക്കാരനൊന്നുമല്ല. സണ്ണി ജോസഫ് K. സുധാകരൻ്റെ തൊട്ടു പിന്നാലെ നിൽക്കുന്നൊരു നേതാവായിട്ടാണ് ഇപ്പോഴും അദ്ദേഹം വന്നിരിക്കുന്നത്. അവിടെ KPCC DCC അധ്യക്ഷനായിരുന്ന K. സുധാകരൻ, അദ്ദേഹത്തിൻ്റെ ആ കാലം എന്ന് വെച്ചാൽ അവിടെ അതിശക്തമായിട്ടുള്ള രാഷ്ട്രീയ പോര് നടക്കുന്ന സമയമാണ്. അതായത് നമ്മളിപ്പോൾ കേരള രാഷ്ട്രീയത്തിൻ്റെ ഏറ്റവും തലപ്പത്ത് കാണുന്ന എല്ലാ പ്രധാനപ്പെട്ട നേതാക്കളും കണ്ണൂരിലെ ആ ടൗണിലെ 2 ഓഫീസുകളിലായിട്ടിരിക്കുന്ന കാലമാണത്. അതായത് ഒന്ന് അപ്പുറത്ത് തൊട്ടപ്പുറത്ത് DC ഓഫീസ്, ജില്ലാ കമ്മിറ്റി ഓഫീസ് CPM-ൻ്റെ, ഇപ്പുറത്ത് DCC ഓഫീസ്, ഇവരുടെ കോൺഗ്രസിൻ്റെ ഓഫീസ്. ഇതിപ്പോൾ MP ഗോവിന്ദൻ, പിണറായി വിജയൻ, മരിച്ചുപോയ കോടിയേരി ബാലകൃഷ്ണൻ തുടങ്ങി പ്രധാനപ്പെട്ട CPM നേതാക്കൾ, ഇപ്പുറത്ത് കോൺഗ്രസിൻ്റെ K. സുധാകരൻ അടക്കമുള്ള ആളുകൾ അവിടെയായിരുന്നു. അപ്പോൾ സണ്ണി ജോസഫ് അവിടെ ഉണ്ടായിരുന്ന ആളാണ്. സണ്ണി ജോസഫിന് 72 വയസ്സുണ്ട്. ഇപ്പോൾ അദ്ദേഹത്തിന് ദീർഘകാലത്തെ രാഷ്ട്രീയ പ്രവർത്തന പാരമ്പര്യമുണ്ട്. MP ഗോവിന്ദൻ മാസ്റ്റർക്ക് ഏതാണ്ട് 72 വയസ്സാണ്. അപ്പോൾ MP ഗോവിന്ദൻ മാസ്റ്റർ അത്ര തന്നെ രാഷ്ട്രീയ പ്രവർത്തന പാരമ്പര്യമുള്ള ആളാണ് ഈ സണ്ണി ജോസഫ്. പിന്നെ K. സുധാകരൻ വളരെ ലൗഡായിട്ട് സംസാരിക്കുന്ന ആളാണ്. വളരെ എനർജറ്റിക്കായിട്ടും കുറച്ച് അഗ്രസീവായിട്ടും സംസാരിക്കുന്നൊരു നേതാവാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് പിന്നിൽ നിൽക്കുകയാണ് ഇദ്ദേഹം എന്ന തോന്നലേ എല്ലാവർക്കും ഉണ്ടായിട്ടുള്ളൂ. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത്, കണ്ണൂർ എന്ന് പറയുന്ന ആ ജില്ലാ ആസ്ഥാനത്ത് അല്ലെങ്കിൽ ആ ജില്ലയിലാകെ CPM-ഉം RSS-ഉം BJP-യും അതിശക്തമായിട്ട് ഈ ശാരീരികമായിട്ട് ആക്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ, പരസ്പരം കൊലപാതക പരമ്പരകൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ BJP, RSS, CPM അപ്പുറത്ത് എന്ന നിലക്ക് മാത്രം കണ്ണൂരിലെ രാഷ്ട്രീയത്തിൽ കേരളം മുഴുവൻ കണ്ടുകൊണ്ടിരുന്നപ്പോൾ അവിടെ കോൺഗ്രസ് സജീവമായിട്ട് നിൽക്കാൻ കാരണക്കാരായ ആളുകളിൽ പ്രധാനപ്പെട്ട ആളാണ് സണ്ണി ജോസഫൊക്കെ. അന്ന് K. സുധാകരനെതിരെ P. രാമകൃഷ്ണൻ, N. രാമകൃഷ്ണൻ തുടങ്ങിയ പ്രധാനപ്പെട്ട നേതാക്കളുടെ മറ്റൊരു ഗ്രൂപ്പ് അവിടെ സജീവമായിരുന്നു. നമ്മൾ നേരത്തെ കേരളത്തിലെ പൊതു അന്തരീക്ഷം പറഞ്ഞതുപോലെ കേരളത്തിലെന്ന പോലെ അവിടെയും ഗ്രൂപ്പ് പോര് വലിയ തോതിൽ ശക്തമായിട്ട് നടക്കുകയും പുറത്ത് CPM-ൻ്റെയും BJP-യുടെയും രാഷ്ട്രീയം കലക്കലുണ്ട്. ഇവിടെ ഇതിനകത്ത് സംഘർഷമുണ്ട്. ഈ സംഘർഷത്തിനകത്തൊക്കെ K. സുധാകരനൊപ്പം ഉറച്ചു നിന്നിട്ട് രാഷ്ട്രീയം കളിച്ച ആളാണ് സണ്ണി ജോസഫ്. നമ്മളിപ്പോൾ കാണുന്ന ചെറുപ്പക്കാരായുള്ള നേതാക്കൾ വരുന്നതിന് മുമ്പ് അടിയന്തര പ്രമേയമൊക്കെ അവതരിപ്പിക്കുമ്പോൾ അതിശക്തമായുള്ള രാഷ്ട്രീയ പ്രസംഗം നടത്തിയ ആളാണ്. ഈ പറയുന്ന CPM-ൻ്റെയും BJP-യുടെയും നേതാക്കളെ, പ്രധാനപ്പെട്ട നേതാക്കളെ നേർക്കുനേർന്ന് വാദത്തിൽ ജയിക്കാൻ ശ്രമിക്കുന്ന ആളാണ് അദ്ദേഹം. അപ്പോൾ നമ്മൾ ഇതുവരെ കണ്ട ആളല്ല. എന്നാൽ അതേസമയം K. സുധാകരനുള്ളതുപോലെ അഗ്രസീവായുള്ള ടോണല്ല. അദ്ദേഹത്തിന് ഈ തെക്കൻ കേരളത്തിൻ്റെ ചില സ്വഭാവ രാഷ്ട്രീയ സവിശേഷതകൾ കൂടെയുണ്ട്. തൊടുപുഴക്കാരനാണ്. അപ്പോൾ ഏത് നിലക്കാണ് അദ്ദേഹം പ്രവർത്തിക്കുക എന്നുള്ളത് അദ്ദേഹം അങ്ങ് അസ്തമിച്ചു പോകുമെന്ന് വിചാരിക്കുന്ന ആളുകൾക്ക് അങ്ങനെ സാധ്യത.